2024 ജനുവരി 15-ാം തീയതി അന്ന് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ കെയർടേക്കർ ഗവൺമെന്റിന്റെ പ്രൈം മിനിസ്റ്ററും ഇറാന്റെ ഫോറിൻ മിനിസ്റ്ററും സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ വെച്ച് സംയുക്തമായി നിരവധി ചർച്ചകൾ നടത്തുകയാണ്. ആ ചർച്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്തിലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയും ആ ഇൻസ്റ്റെബിലിറ്റിയെ മറികടക്കാനും അവിടെ ഒരു മാറ്റം കൊണ്ടുവരാനും പാകിസ്ഥാനും ഇറാനും എങ്ങനെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാമെന്ന് പറയുന്നതാണ്. ഇത് മാത്രമല്ലാതെ മറ്റു പല റീജിയണൽ പ്രോബ്ലത്തെ പറ്റിയും പാകിസ്ഥാനും ഇറാനും സംസാരിക്കുന്നുണ്ട്. നിമിഷ നേരം കൊണ്ട് ഇത് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാറുകയാണ്. കാരണം പാകിസ്ഥാനും ഇറാനും ഇരുമ്പു സഹോദരങ്ങളാണെന്നും ഇവർ ഒരിക്കലും പിരിഞ്ഞു പോകില്ല എന്ന് പറയുന്ന അഭ്യൂഹവുമായിട്ട് പാകിസ്ഥാൻ നിരവധി സോഷ്യൽ മീഡിയ യൂസേഴ്സ് രംഗത്ത് വരികയാണ്. പിറ്റേന്ന് ജനുവരി 16-ാം തീയതി ഇതിനെ വീണ്ടും ശക്തമാക്കി മാറ്റുന്ന രീതിയിൽ പാകിസ്ഥാന്റെ നേവിയും ഇറാന്റെ നേവിയും കൂടെ സംയുക്തമായി ചേർന്നുകൊണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ ഒരു ജോയിന്റ് മിലിറ്ററി എക്സസൈസ് നടത്തുകയാണ്. ഈ ഒരു എക്സസൈസ്, അതായത് സംയുക്തമായിരിക്കുന്ന സൈനിക അഭ്യാസ പ്രകടനം കഴിഞ്ഞതും പാകിസ്ഥാനും ഇറാനും ശക്തമായ രീതിയിൽ ഇന്ന് ലോകത്തിന്റെ പൊളിറ്റിക്കൽ ചരിത്രം തന്നെ മാറ്റാൻ പോകുന്നു വരുന്ന വാർത്തകളുമായിട്ട് പാകിസ്ഥാനിലെ പല വാർത്താ മാധ്യമങ്ങളും ഒരേപോലെ സംസാരിച്ച് കാണാൻ സാധിക്കും. എന്നാൽ പിറ്റേന്ന് ജനുവരി 17-ാം തീയതി പാകിസ്ഥാൻ ഇറാൻ അതിർത്തിയിൽ നിന്ന് 45 കിലോമീറ്റർ അകലെയുള്ള പാകിസ്ഥാന്റെ അകത്തുള്ള ഒരു പ്രദേശത്തെ ആക്രമിച്ചുകൊണ്ടായിരുന്നു ഇറാൻ ശക്തമായ തിരിച്ചടിക്ക് തുടക്കം കുറിക്കാൻ പോകുന്നു പറഞ്ഞൊരു പ്രഖ്യാപനം നടപ്പാക്കിയിരിക്കുന്നത്. ഈ പ്രഖ്യാപനം ഇന്ന് മുഴുവൻ ജിയോ പൊളിറ്റിക്സിനെ മാറ്റിമറിക്കാൻ പോകുന്നതായിട്ടുള്ള വാർത്തകൾ ഇന്ന് പുറത്തു വരുന്നത്. Pakistan has decided to recall its ambassador from Iran and that the Iranian ambassador to Pakistan may not return for the time being. ഇന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോഴേക്കും പാകിസ്ഥാൻ ഇറാന്റെ ഡിപ്ലോമാറ്റിനെ പുറത്താക്കിയെന്ന് പറയുന്ന വാർത്തയും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പറയുന്ന പ്രഖ്യാപനം നടപ്പാക്കിയതും ഇന്ന് ഏറ്റവും പുതിയൊരു പ്രശ്നമായിട്ട് മാറുമോ എന്ന് പറയുന്ന ആശങ്കയാണ് ലോക രാജ്യങ്ങളിൽ ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ആണവശക്തിയും മറുഭാഗത്ത് ഏറ്റവും കൂടുതൽ ശക്തമായിരിക്കുന്ന പ്രോക്സി ഗ്രൂപ്പുള്ള ഒരു മിഡിൽ ഈസ്റ്റിലെ രാജ്യവും തമ്മിൽ പോരടിക്കാൻ പോകുന്നതായിട്ടുള്ള ബിംബമാണ് ഇന്ന് ചിത്രീകരിക്കപ്പെടുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക? ഇറാൻ എന്തിനു വേണ്ടിയാണ് പാകിസ്ഥാൻ ആക്രമിച്ചത്? ഇതിന് പിറകിലെ കാരണം എന്താണ്? ഇവിടെ നടക്കുന്ന ജിയോ പൊളിറ്റിക്കൽ പ്രോബ്ലം എന്തെല്ലാമാണ്? വളരെയധികം വിശദമായിട്ട് ഒരു ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി ബന്ധപ്പെടുത്തിയുള്ള വാർത്തയാണ് നമ്മൾ ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റുന്ന ലളിതമായ രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. സോ തീർച്ചയായിട്ടും പറ്റുന്നവരൊക്കെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. Islamabad has decided to recall its Iran envoy, dubbing Iran's deadly strikes as illegal and unacceptable. The most powerful Shia Muslim country launched attacks on the world's most powerful Sunni Muslim country, and it was caught completely unprepared. നമുക്കാദ്യം എന്താണ് ഇവിടെ സംഭവിച്ചെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ഒന്ന് വിശദമായി മനസ്സിലാക്കാം. 2024 ജനുവരി 14-ാം തീയതി, അതായത് ഇറാന്റെയും പാകിസ്ഥാന്റെയും മിനിസ്റ്റേഴ്സ് സംസാരിക്കുന്ന തൊട്ട് മുമ്പായിട്ട് ഇറാൻ 2 രാജ്യങ്ങളായിട്ട് അറ്റാക്ക് നടത്തിയിരുന്നു. അതിലൊന്ന് ഇറാഖും മറ്റൊന്ന് സിറിയയുമാണ്. ഈ 2 രാജ്യങ്ങളിലെ ഏറ്റവും കൂടുതൽ യുദ്ധത്തിന്റെ തീക്ഷ്ണത അനുഭവിച്ചിരിക്കുന്ന സിറ്റീസിനെയാണ് ഇറാൻ ആക്രമിച്ചിരിക്കുന്നത്. അതിലൊന്ന് ഇദ്ലിബും മറ്റൊന്ന് ഇർലിബ് എന്ന് പറയുന്ന പ്രദേശമാണ്. ഈ 2 പ്രദേശങ്ങളുമുള്ള ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിരിക്കുന്ന പല രാജ്യങ്ങളുടെയും പ്രസൻസ് ഇവിടെ ശക്തമായി കാണാൻ സാധിക്കുമെന്ന് പറയുന്നതാണ്. കാരണം തുർക്കി, ഇറാൻ, ഇറാഖ്, സിറിയ, അമേരിക്ക, റഷ്യ തുടങ്ങിയ പല രാജ്യങ്ങളും ഇവിടെ സൈന്യത്തെ ഇറക്കുകയും ഈ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ കൺട്രോളിന് ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്തകൾ വർഷങ്ങളായിട്ട് പുറത്തു വരാറുണ്ട്. പക്ഷെ പലപ്പോഴും ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളും അവിടെയുള്ള റിബൽ ഗ്രൂപ്പുകളും ഗവൺമെന്റ് ഫോഴ്സും എല്ലാം പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ട് ഒരു രക്തരൂക്ഷമായിരുന്ന പ്രദേശമായിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം പലപ്പോഴും ലോകത്തിന്റെ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കാതെ പോകുന്ന ഒരു പ്രദേശമായിട്ട് മാറാറുണ്ട്. സോ അങ്ങനെ ഇരിക്കുന്ന ഒരു പ്രദേശത്ത് 2 മേജർ ടാർഗറ്റുകളെ ഇറാൻ നശിപ്പിച്ചു എന്നുള്ള വാർത്തയായിരുന്നു ഇറാന്റെ സ്റ്റേറ്റ് ആൻഡ് മീഡിയ കൺഫേം ചെയ്തു. അതിലൊന്ന് ISISന്റെ കൺട്രോളുള്ള ഒരു ബേസ് ആണെന്നും മറ്റൊന്ന് മൊസാഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ് ആണെന്ന് പറയുന്ന കാര്യമായിരുന്നു ഇറാന്റെ സ്റ്റേറ്റ് ആൻഡ് മീഡിയ വിശദീകരിക്കുന്നത്. ഈ ഒരു വാർത്ത പുറത്തു വന്ന് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ഇറാൻ മറ്റു പല മേഖലകളിലോട്ടും അവരുടെ ആക്രമണം വ്യാപിക്കാൻ പോകുന്നു പറയുന്ന കാര്യം പുറത്തു വന്നു. അങ്ങനെയാണ് പാകിസ്ഥാന്റെ ഇറാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് 45 കിലോമീറ്റർ അകലെയുള്ള ഒരു സിറ്റിയിലെ 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാന്റെ ഡ്രോണുകളും അവരുടെ മിസൈലുകളും ലോഞ്ച് ചെയ്യപ്പെട്ടത്. ഈ ലോഞ്ച് ചെയ്യപ്പെട്ട മിസൈലുകൾ ചെന്ന് പതിച്ചത് സാധാരണക്കാരെ കുട്ടികളുടെ നേരെയാണെന്നും അതിൽ 2 പേർ കൊല്ലപ്പെട്ടായിട്ടുള്ള വാർത്തകൾ ഇന്ന് പുറത്തു വരുന്നുണ്ട്. സോ പാകിസ്ഥാൻ ഇറാൻ തമ്മിലുള്ള ഒരു ടെൻഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിമിഷ നേരം കൊണ്ട് പാകിസ്ഥാന്റെ ഒഫീഷ്യലായിരിക്കുന്ന ഡിപ്ലോമാറ്റിനെ ഇറാനിൽ തിരികെ വിളിക്കുന്നു. മാത്രമല്ല ഇറാന്റെ ഡിപ്ലോമാറ്റിനെ എത്രയും പെട്ടെന്ന് രാജ്യം വിട്ടു പോകാനായിട്ട് പാകിസ്ഥാൻ ആവശ്യപ്പെടുകയാണ്. ഒരു ഡിപ്ലോമാറ്റിക്കൽ ടെൻഷൻ പാകിസ്ഥാനും ഇറാനും ഇടയിൽ ഫോം ചെയ്യപ്പെടുകയാണ്. ഇന്ന് 2 രാജ്യങ്ങളും ശക്തമായി തന്നെ ഈ ഒരു പ്രശ്നത്തെ വലിച്ചു നീട്ടാൻ പോകുന്നതിനുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ശക്തമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് പാകിസ്ഥാന്റെ കെയർടേക്കർ ഗവൺമെന്റ് എന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നത്. സോ കെയർടേക്കർ ഗവൺമെന്റ് എന്നൊരു കാര്യം ഞാൻ പറയാറുണ്ട്. ഇതെന്താണെന്ന് പറയുകയാണെങ്കിൽ ഇന്ന് പാകിസ്ഥാൻ അധികാരത്തിലിരിക്കുന്ന ജനങ്ങൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റ് അല്ല, മറിച്ച് അടുത്ത ഇലക്ഷൻ വരുന്നത് വരെ പാകിസ്ഥാനിൽ തൽക്കാലമായിട്ട് ഭരിക്കുന്ന ഒരു കെയർടേക്കർ, ജസ്റ്റ് അവരെ ഭരിച്ച്
കുറച്ച് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനായിട്ടും ഉള്ളൊരു ഫോം ചെയ്തിരിക്കുന്ന ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ്റാണ് ഇന്നൊരു പ്രഖ്യാപനം നടപ്പാക്കിയിരിക്കുന്നത്. മാത്രമല്ല അവിടുത്തെ ഓപ്പോസിഷനും ഇന്ന് മത്സരിക്കാനായിട്ട് രംഗത്ത് വരുന്ന നിരവധി പാർട്ടികളും ഇറാന് ശക്തമായ തിരിച്ചടി നൽകണമെന്ന് പറഞ്ഞ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഇന്ന് ഇലക്ഷന് വേണ്ടി തയ്യാറാകുന്ന കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇറാനും പാകിസ്ഥാനുള്ള ബന്ധം കൂടുതൽ രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നു പറയുന്ന കാര്യമാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുക. ഇപ്പോൾ പലർക്കും തോന്നുന്ന സംശയമാണ് എന്താണ് ഇവിടെ സംഭവിച്ചത്, എന്തിനാണ് ഇറാൻ അറ്റാക്ക് ചെയ്തെന്നുള്ള കാര്യം. ഇതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു പ്രധാനപ്പെട്ട ടെററിസ്റ്റ് ഓർഗനൈസേഷനെ പറ്റി മനസ്സിലാക്കണം. ഈ ഓർഗനൈസേഷൻ്റെ മുൻപത്തെ പേര് ജുണ്ടല്ല എന്നായിരുന്നു. ഇന്ന് ആ ഒരു ഓർഗനൈസേഷൻ്റെ പേര് ചേഞ്ച് ചെയ്തുകൊണ്ട് ജയ്ഷൽ ആദിൽ എന്ന പേരിൽ അവർ മാറ്റിയിട്ടുണ്ട്. എന്താണ് ഈ ഒരു ജയ്ഷൽ ആദിൽ? ഇതിനെപ്പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇറാന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇസ്ലാം മത വിശ്വാസികളായിരിക്കുന്ന ആൾക്കാർക്കിടയിൽ തന്നെ ഷിയ വിശ്വാസികളായിരിക്കുന്ന ആൾക്കാർ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചുറ്റിലുമുള്ള സുന്നി വിശ്വാസികൾ ഭൂരിപക്ഷമായിട്ടുള്ള രാജ്യങ്ങളെന്ന് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് ഇറാൻ വന്നിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം പലപ്പോഴും സുന്നി ഷിയ എന്ന് പറയുന്ന വിഭാഗങ്ങൾക്കിടയിലുള്ള പ്രശ്നമായിട്ട് മാറാതെ ഒരു പൊളിറ്റിക്കൽ പവറിന് വേണ്ടിയുള്ള പ്രശ്നമായിട്ട് മാറാറുണ്ട്. അത്തരത്തിൽ ഇറാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിരിക്കുന്ന പ്രശ്നങ്ങളിലൊന്നാണ് ചുറ്റിലുമുള്ള പല രാജ്യങ്ങളിൽ നിന്ന് ഇറാൻ വന്നുകൊണ്ടിരിക്കുന്ന എതിർപ്പ്. ഈ എതിർപ്പിനെ മറികടക്കാനായിട്ട് ഇറാൻ ശക്തമായ രീതിയിൽ ചില പ്രോക്സി ഗ്രൂപ്പുകൾ സ്ഥാപിച്ചത്. ഈ പ്രോക്സി ഗ്രൂപ്പുകൾ എന്ന് പറയുന്ന പല പല രാജ്യങ്ങളായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള മിലിറ്ററി ഔട്ട്ഫിറ്റുകളാണ്. ഈ ഒരു മിലിറ്ററി ഔട്ട്ഫിറ്റിലെ ഏറ്റവും പ്രശസ്തമായിരിക്കുന്ന കുറച്ച് പേരുകൾ പറയുകയാണെങ്കിൽ യമനിലെ ഹൂതി ഉമദരും അതുപോലെ ഹെസ്ബുള്ള എന്ന് പറയുന്ന ലെബനന്റെ കൺട്രോളിൽ എടുത്തിരിക്കുന്ന ഗ്രൂപ്പും പ്ലസ് ഗാസിയുടെ കൺട്രോൾ ഉണ്ടായിരുന്ന ഹമാസ് എന്ന് പറയുന്ന ഗ്രൂപ്പെല്ലാം ഉൾപ്പെടുന്നതാണ്. ഇങ്ങനെ ചെറുതും വലുതുമായ പല ഗ്രൂപ്പുകൾ ഫോം ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉദ്ദേശം ഈ ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്ത് ആ പ്രദേശങ്ങളിലെ റീജിയണൽ ഇൻസ്റ്റെബിലിറ്റിയും അവിടെയുള്ള പ്രശ്നങ്ങളും ഇറാൻ അനുകൂലമായ രീതിയിൽ മാറ്റണമെന്ന് പറയുന്നതാണ്. അങ്ങനെ ഇറാൻ ഒരു പവർ, അവിടെയുള്ള ഏറ്റവും ശക്തമായ ഒരു ഡോമിനന്റ് പവറായിട്ട് ഇറാൻ മാറണമെന്നൊരു ആഗ്രഹം അവർ വർഷങ്ങളായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടൊരു കാര്യമാണ്. അതിനവർക്ക് സപ്പോർട്ടായിട്ട് മാറിയൊരു ഘടകമാണ് ഇറാൻ്റെ റെവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്നത്. ഇതൊരു സൈനിക വിഭാഗമാണെങ്കിലും അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഇറാൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളല്ല, മറിച്ച് ഇന്റർനാഷണലി ബാക്കിയുള്ള പല രാജ്യങ്ങളിലും ഇറാന്റെ പ്രസൻസും ഇറാന്റെ ഡോമിനൻസും എങ്ങനെ എടുക്കാമെന്ന് പറയുന്ന കാര്യത്തിലോട്ടാണ്. അങ്ങനെ ഈ ഒരു IRGCയുടെ ഒരു പ്രധാനപ്പെട്ട മോട്ടീവായിട്ട് മാറിയ കാര്യമായിരുന്നു പാകിസ്ഥാനിൽ നിന്ന് ഇറാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്ന ഇറാനെ ടാർഗറ്റ് ചെയ്ത് നടപ്പാക്കുന്ന ചില ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ നീക്കങ്ങൾ. ആ ഗ്രൂപ്പുകളുടെ നീക്കങ്ങൾ ഇല്ലാതാക്കാനായിട്ട് പലപ്പോഴും ഇറാൻ നിരവധി പ്ലാനുകൾ ആസൂത്രണം ചെയ്തിരുന്നു. പക്ഷേ ആ പ്ലാനുകളൊന്നും എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് പാകിസ്ഥാനാണ് ഏറ്റവും സപ്പോർട്ട് ചെയ്ത് നിലനിൽക്കുന്ന ഒരു ന്യൂക്ലിയർ പവേർഡ് ആയിരിക്കുന്ന രാജ്യമായതുകൊണ്ടും പ്ലസ് പാകിസ്ഥാൻ്റെ കൂടെ ചൈന എന്ന് പറയുന്ന ഇറാൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ണർ നിലനിൽക്കുന്നതുകൊണ്ടുമാണ്. അതുകൊണ്ട് പലപ്പോഴും ഇറാൻ പാകിസ്ഥാൻ്റെ അകത്ത് നിന്ന് ഇറാൻ്റെ അകത്തോട്ട് വരുന്ന ടെററിസ്റ്റ് അറ്റാക്കുകളെ കണ്ടില്ലാന്ന് നടിക്കുകയും അത് അവസാനിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ ശ്രമങ്ങൾ പൂർണ്ണമായിട്ടും ഇറാൻ വീണ്ടും പൊടിതെറ്റെടുക്കാൻ പോകുന്നു പറയുന്ന കാര്യമാണ് നടപ്പാക്കിയിരിക്കുന്നത്. ഈ കാര്യത്തെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ എന്തുകൊണ്ട് ഇറാൻ പെട്ടെന്ന് ഇറാഖിലും സിറിയയിലും പാകിസ്ഥാനിലും അറ്റാക്ക് നടത്തുന്ന കാര്യത്തെപ്പറ്റി അറിയേണ്ടത്. അവിടെയാണ് ഞാൻ ഈ സൂചിപ്പിച്ച ജുണ്ടല്ല എന്ന് പറയുന്ന ഗ്രൂപ്പും ഈ ജയ്ഷൽ ആദിലൊക്കെ കടന്നു വരുന്നത്. സോ ഇറാൻ ഏറ്റവും റീസെൻ്റായിട്ട് ഫേസ് ചെയ്ത ഒരു അറ്റാക്കായിരുന്നു അവരുടെ ഖ്വാസിം സുലൈമാൻ എന്ന് പറയുന്ന മുൻ സൈനിക കമാൻഡറിൻ്റെ ചരമവാർഷികത്തിൻ്റെ അന്ന് 84ഓളം വരുന്ന ആൾക്കാർ കൊല്ലപ്പെട്ട ബോംബ് ബ്ലാസ്റ്റ് നടന്നത്. ഈ മരണസംഖ്യ 100-ലധികമാണെന്ന് പറയുന്ന അനൗദ്യോഗികമായ കണക്കുകളും ഇറാനിൽ നിന്ന് പുറത്തു വന്നിരുന്നു. സോ അത്രയും ഒരു വലിയൊരു ബ്ലാസ്റ്റ് കഴിഞ്ഞൊരു 5 വർഷത്തിൽ ഇറാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ടെററിസ്റ്റ് അറ്റാക്കായിട്ടായിരുന്നു ഇതിനെ വിശേഷിപ്പിച്ചത്. ആ അറ്റാക്കിൻ്റെ ഉത്തരവാദിത്തം ISI ആയിരുന്നു ഏറ്റെടുത്തത്. സോ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് അവർ അറ്റാക്ക് നടത്തിയെന്ന് പറയുന്ന വാർത്ത പുറത്തുവന്നപ്പോൾ തന്നെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് റിറ്റാലിയേഷൻ ഉണ്ടാകുന്ന കാര്യത്തെപ്പറ്റി ഏകദേശം മനസ്സിലായതാണ്. അങ്ങനെയാണ് ഇറാൻ ഈ ഒരു സിറിയയിലും ഇറാഖിലുമുള്ള ISISന്റെ കേന്ദ്രങ്ങളെയും പ്ലസ് മൊസാഡ് സപ്പോർട്ട് ചെയ്യുന്ന ചില കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അറ്റാക്ക് നടത്തിയെന്നാണ് ഇന്ന് ഇറാൻ്റെ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അതേ സമയത്ത് എന്തുകൊണ്ട് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്ത സംശയം പലർക്കും ഉണ്ടായേക്കാം. അവിടെയാണ് ISISനെ പോലെ തന്നെ ഇറാനും ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ജയ്ഷൽ ആദിൽ എന്ന് പറയുന്ന ഗ്രൂപ്പ് കടന്നു വരുന്നത്. ഈ ജയ്ഷൽ ആദിൽ എന്ന് പറയുന്ന 2010 പേര് മാറ്റി രൂപീകരിച്ചൊരു സംഘടനയാണ്. അതിനു മുമ്പ് ഈ ഒരു ജയ്ഷൽ ആദിലെ പേര് അറിയപ്പെട്ടത് ജുണ്ടല്ല എന്ന പേരിലാണ്. ഈ ജുണ്ടല്ല എന്ന് പറയുന്ന ഗ്രൂപ്പ് ഒരു സുന്നി മെജോറിറ്റി ആയിരിക്കുന്ന ഗ്രൂപ്പാണ്. മാത്രമല്ല ഇതൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് അമേരിക്കയും UN ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് 2010 അതിനുശേഷമായിരുന്നു ഈ ഒരു ഗ്രൂപ്പിൻ്റെ പേരൊക്കെ മാറ്റിയിട്ട് ഈ ജയ്ഷൽ ആദിൽ എന്ന പേരിൽ മാറ്റിയത്. ഈ ഒരു ഗ്രൂപ്പിൻ്റെ അൾട്ടിമേറ്റ് മോട്ടീവ് എന്ന് പറയുന്നത് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന മേഖല പാകിസ്ഥാൻ്റെ ഒരു പ്രൊവിൻസാണ്. ഇതേ ഒരു ബലൂചിസ്ഥാനെ ഇറാനിലും ഒരു പ്രൊവിൻസായിട്ട് കാണപ്പെടാറുണ്ട്. സോ ഇറാൻ്റെ 36ാമത് പ്രൊവിൻസാണ് ഈ സിസ്താൻ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന മേഖലയും അതേപോലെ തന്നെ പാകിസ്ഥാൻ്റെ 6ാമതായിട്ടുള്ള പ്രൊവിൻസാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. ഈ ബലൂചിസ്ഥാനെ മൊത്തത്തിൽ ഒരുമിച്ച് ചേർത്തുകൊണ്ട് മറ്റൊരു രാജ്യമാക്കി മാറ്റണം, ഒരു വിഘടനവാദം ശക്തമാക്കി മാറ്റണം എന്നൊരു ആവശ്യമാണ് ഈ ഒരു ജുണ്ടല്ല ആദ്യകാലത്തിൽ ഉന്നയിച്ചത്. ഈ ഒരു ജുണ്ടല്ല എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ലീഡറെ 2010 ഇറാൻ അറസ്റ്റ് ചെയ്യുകയും അയാളെ വധശിക്ഷ വിധേയമാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പറഞ്ഞ ഒരു ഗ്രൂപ്പ് മൊത്തത്തിൽ ഇറാന് നേരെ പലപ്പോഴായിട്ടും നിരവധി ഓർഗനൈസ്ഡ് ആയിരിക്കുന്ന അറ്റാക്ക് നടപ്പാക്കാൻ ശ്രമിച്ചത്. അങ്ങനെ പലപ്പോഴും ഇറാൻ്റെ പോലീസ് കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് അറ്റാക്ക് നടത്തിയിരുന്നു. 2013 ഇറാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അപ്രതീക്ഷിതമായിരിക്കുന്ന അറ്റാക്കിലൂടെ 13ഓളം വരുന്ന ഇറാനി പോലീസുകാരെ കൊല്ലാനായിട്ട് ഈ ഒരു ഗ്രൂപ്പിന് സാധിച്ചിരുന്നു.
അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ അറ്റാക്ക് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ ആ ഒരു ഗ്രൂപ്പിനെ ഉന്മൂലനം ചെയ്യാനായിട്ടും ആ ഗ്രൂപ്പിൻ്റെ ബേസ് ക്യാമ്പിൽ നശിപ്പിക്കാനായിട്ടുമാണ് ഇറാൻ പാകിസ്ഥാൻ്റെ അകത്ത് 45 കിലോമീറ്റർ കടന്നു വന്നിട്ടുള്ള മിസൈൽ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഈ അറ്റാക്ക് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ അവശേഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് എന്തുകൊണ്ട് ഈ സമയത്ത് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തു. കാരണം തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ പാകിസ്ഥാനുമായിട്ട് വളരെയധികം ക്ലോസ് ആയിരിക്കുന്ന ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഘടകമാണ് ഇറാൻ നടപ്പാക്കിയത്. എന്നിട്ട് അതേ ഇറാൻ തന്നെ എന്തുകൊണ്ട് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തു? ഇവിടെയാണ് മറ്റു പല കാര്യങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇന്ന് റെഡ് സീയിൽ നടക്കുന്ന പ്രശ്നത്തെപ്പറ്റി നിങ്ങൾ പലരും കേട്ടിരിക്കും. ഇത് കേൾക്കാത്തവരോ ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ മുമ്പ് ചെയ്തിരിക്കുന്ന വീഡിയോസ് കണ്ടാൽ കുറച്ചും കൂടി ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ റെഡ് സീയിൽ യമനിലെ ഹൂതി വിമതരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ഈ ഭാഗത്തൂടെ പോകുന്ന ചരക്ക് നീക്കത്തെ ആക്രമിക്കുന്നു പറഞ്ഞുകൊണ്ട് അമേരിക്കയും യുകെയും സംയുക്തമായിട്ട് എയർ സ്ട്രൈക്ക് നടത്തിയിരുന്നു. ഈ എയർ സ്ട്രൈക്കിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇറാൻ അതിന് തിരിച്ചടി നൽകാനെന്ന രീതിയിൽ അമേരിക്കയും യുകെയും ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഫേസ് ചെയ്യുന്ന സിറിയയിലും ഇറാഖിലും അറ്റാക്ക് നടത്തുന്ന വാർത്തയാണ് ആദ്യം പുറത്തു വന്നത്. പക്ഷേ ഇവിടെ യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഇറാൻ നടത്തിയ അറ്റാക്ക് എൻറ്റയർലി ISISനെയും ബാക്കിയുള്ള ഇറാൻ അഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ചില ടെററിസ്റ്റ് ഓർഗനൈസേഷനെ ലക്ഷ്യം വെച്ചുകൊണ്ടെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇറാൻ ഈ ഭാഗത്തുള്ള ഇറാനെ ത്രെട്ടായിട്ട് മാറുന്ന ഇറാനെ ഭീഷണിയായിട്ട് മാറുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ എലിമിനേറ്റ് ചെയ്യാൻ ആദ്യം ശ്രമിക്കുന്നത്. ആ ഒരു ചെറിയ ഗ്രൂപ്പുകളുടെ ലക്ഷ്യത്തിലോട്ടാണ് ഇന്ന് ഈ ജെയ്ഷൽ അതിലും കടന്നു വന്നത്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ അകത്തോട്ട് പോലും ഈ അറ്റാക്ക് നടത്താനായിട്ട് ഇറാൻ ശ്രമിച്ചത്. സോ ഈ അറ്റാക്കിൻ്റെ ഒരു പോസിബിൾ റീസൺ ആയിട്ടും ഇറാൻ ത്രെട്ടായി മാറുന്ന ചെറിയ ഗ്രൂപ്പുകളെ ആദ്യം എലിമിനേറ്റ് ചെയ്തിട്ട് അമേരിക്ക UK തുടങ്ങി അമേരിക്ക കൂടെ നിൽക്കുന്ന മറ്റു പല രാജ്യങ്ങളെയും ഇറാൻ സംയുക്തമായിട്ട് നേരിടാൻ ശ്രമിക്കുന്നു പറയുന്ന കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പല എക്സ്പേർട്സും ഇതിനെപ്പറ്റി വ്യാഖ്യാനിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ അടുത്തൊരു പോസിബിൾ റീസണായിട്ട് കടന്നു വരുന്ന ഇന്ന് ഇറാൻ്റെ അകത്ത് നിന്ന് വരുന്ന ഒരു ഡൊമസ്റ്റിക് പ്രഷറാണ്. കാരണം ഇറാൻ്റെ അകത്ത് നിന്ന് വ്യാപകമായ തോതിൽ ടെററിസ്റ്റ് ഇല്ലാതാക്കണം, ഇറാന് ഭീഷണിയാകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളെ മാക്സിമം ഇല്ലാതാക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇനി ജനങ്ങളുടെ പ്രൊട്ടസ്റ്റ് ഈ ഡൊമസ്റ്റിക് പ്രഷർ ഏറ്റവും വലിയ പോസിബിൾ റീസൺ ആയതുകൊണ്ടായിരിക്കാം ഇറാൻ ഇന്ന് ഈ ഒരു ഡിസിഷനിലോട്ട് എത്തിയിരിക്കാവുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു റീസൺ ഈ ഒരു ഗ്രൂപ്പ് ഈ ജെയ്ഷൽ അതിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വളരെയധികം ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചതും അവർ ഇറാൻ്റെ തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ ശ്രമിച്ചതും ഒരു പോസിബിൾ റീസൺ ആയിരിക്കും. സോ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു റെസ്പോൺസ് വരാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇന്ന് പാകിസ്ഥാൻ നടപ്പാക്കാൻ ശ്രമിക്കുന്ന അവരുടെ ഡോമിനൻസ് വീണ്ടും പാകിസ്ഥാനിൽ അമേരിക്ക പ്രതാപകാലത്തോട്ട് മടങ്ങി വരാൻ ശ്രമിക്കുന്ന ആ ഒരു നീക്കത്തെയും അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളായിരിക്കാം എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു 3 കാര്യങ്ങളെപ്പറ്റിയും സംസാരിക്കുമ്പോൾ തന്നെ ഇവിടെ ഇറാൻ നടപ്പാക്കാൻ ശ്രമിക്കുന്ന പൊളിറ്റിക്സ് എന്താണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി മാറേണ്ടിയിരിക്കുന്നു. കാരണം ഈ റീജിയണൽ പൊളിറ്റിക്സ് ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ച് നടക്കുന്ന പൊളിറ്റിക്സ് അത് പലപ്പോഴും ഒരു പ്രശ്നമായിട്ട് മാറാറുണ്ട്. ആ പ്രശ്നം വലിയ തോതിൽ വ്യാപിക്കുമ്പോഴാണ് അത് മുഴുവൻ പ്രദേശങ്ങളെയും മുഴുവൻ രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറുന്നത്. അത്തരത്തിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഉടലെടുത്തിരിക്കുന്ന ഹമാസും ഇസ്രായേൽ തമ്മിലുള്ള പ്രശ്നം അത് മറ്റു പല രാജ്യങ്ങളോട് വ്യാപിക്കുന്നു എന്ന സൂചനയായിട്ടും ഇത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇറാൻ്റെ നീക്കം ഈ റീജിയൻ മുഴുവനായിട്ടും ബാധിക്കുന്ന പ്രശ്നമായിട്ട് മാറുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ മുഴുവൻ പ്രശ്നത്തിൻ്റെയും മൂലകാരണമായിരിക്കുന്ന ഹമാസ് ഇസ്രായേൽ പ്രശ്നം പരിഹരിക്കാനായിട്ടും അതിനുവേണ്ടി ഇടപെടാനായിട്ടും ലോകരാജ്യങ്ങൾ കൂടുതൽ പ്രഷർ ചെലുത്തുന്ന കാര്യത്തിലൂടെ നീങ്ങാനായിട്ടുമായിരിക്കാം ഇന്ന് ഈ അറ്റാക്ക് നടത്തിയിരിക്കാം എന്ന് പറയുന്ന മറ്റൊരു പോസിറ്റീവായിരിക്കുന്ന വശത്തെപ്പറ്റിയും ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. എന്തായാലും ഇറാൻ നടത്തിയ ഒരു അറ്റാക്ക് തീർച്ചയായിട്ടും പാകിസ്ഥാന് കാര്യമായ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയുന്നത് തർക്കമില്ല. കാരണം പാകിസ്ഥാൻ ഇനി എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തെപ്പറ്റി മനസ്സിലാക്കുമ്പോഴാണ് അതിനെപ്പറ്റി കൂടുതൽ ക്ലാരിറ്റി ലഭിക്കുക. ഒന്നാമത്തെ കാര്യമായിട്ട് വരുന്നത് പാകിസ്ഥാൻ നടക്കാൻ പോകുന്ന ഇലക്ഷനാണ്. മേ ബി നിങ്ങൾ പലരും കേട്ടിരിക്കും പാകിസ്ഥാനിൽ ഫെബ്രുവരി മാസം ഒരു ഇലക്ഷൻ വരുന്നുണ്ട്. ഈ ഇലക്ഷൻ ഇപ്പോൾ അവസാനം നീട്ടിയിട്ട് മാർച്ചിലോട്ട് എത്തിയിട്ടുണ്ട്. സോ ഈ ഇലക്ഷൻ എന്ന് പറയുന്ന ഏറ്റവും ക്രിട്ടിക്കലായിരിക്കുന്ന കാര്യമാണ്. കാരണം ഓൾറെഡി എക്കോണമി പൂർണ്ണമായിട്ടും കൊളാപ്സ് ആയിരിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഈ പാകിസ്ഥാൻ്റെ എക്കോണമി കുറച്ചെങ്കിലും ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന ഘടകമാണ് ഒരു ഇലക്ഷൻ നടന്ന് പുതിയൊരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. പക്ഷേ അതിനുള്ള ഒരു പോസിബിലിറ്റിയും ഇപ്പോൾ കാണുന്നില്ല എന്ന് പറയുന്ന മറ്റൊരു വശം. കാരണം എല്ലാ പാർട്ടികളും പരസ്പരം കലഹിച്ച് അവർ അധികാരത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് മത്സരിച്ച് പല പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഈ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ഭാവി എന്തായിരിക്കുന്ന ആശങ്കയുടെ അവസാനിക്കാൻ തുടരുന്നുണ്ട്. മറ്റൊരു കാരണമെന്ന് പറയുന്നത് പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ പവേർഡ് ആയിരിക്കുന്ന രാജ്യമാണ്. ലോകത്തുള്ള 9 രാജ്യങ്ങൾ ആണവായുധം സ്വന്തമായിട്ടുള്ള 9 രാജ്യങ്ങളൊന്നാണ് പാകിസ്ഥാൻ. ഈ പാകിസ്ഥാൻ്റെ ആണവായുധം എന്ന് പറയുന്ന ത്രെട്ട് ആ ഒരു ഭീഷണി ഇപ്പോഴും ഈ ഭാഗത്ത് അവശേഷിക്കാൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി പാകിസ്ഥാൻ്റെ ആർമിക്ക് പോലും ഭീഷണിയാകുന്ന തരത്തിൽ ഇത്തരം ആക്രമണങ്ങൾ വരുമ്പോൾ അത് ഇറാൻ്റെ ഭാഗത്തുനിന്നും ബാക്കിയുള്ള പല ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അതിനെങ്ങനെ മറികടക്കുന്ന ഒരു ചോദ്യം പാകിസ്ഥാന് മുന്നിൽ അവശേഷിക്കുന്നുണ്ട്. പിന്നെ എല്ലാത്തിനും പുറമെ പാകിസ്ഥാനെ ഓൾറെഡി ലോകത്തിലെ പല രാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ പോലും ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ടും പല ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമായിട്ട് വിശേഷിപ്പിക്കാറുണ്ട്. അതിനി ലോകത്ത് പല രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന കാര്യമായിട്ട് മാറിയേക്കാം. കാരണം ഇറാൻ എന്ന് പറയുന്ന മറ്റൊരു ഇസ്ലാമിക രാജ്യമാണ് ഇന്ന് പാകിസ്ഥാൻ ആക്രമിച്ചത്, അതും ടെററിസ്റ്റിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്. സോ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോഴും ഒരു ടെററിസ്റ്റ് ലാൻഡാണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി കൺഫേം ചെയ്യാനുള്ള മറ്റൊരു വശമായിട്ട് ഇത് മാറുന്നുണ്ട്. ഇതിനെല്ലാത്തിനും പുറമെ ചില ഓൺലൈൻ മീഡിയം വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ കാര്യമാണ് എസ് ജയശങ്കർ അവർ
ഇറാനിലോട്ട് പോയി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇറാൻ പാകിസ്ഥാൻ ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക്കലായിരിക്കും നീക്കമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എസ് ജയശങ്കർ അവർ ഇറാനിലോട്ട് പോയത് ഇറാനും ഇന്ത്യയുള്ള ബന്ധം മെച്ചപ്പെടുത്താനും അവിടെ നടക്കുന്ന പല പ്രൊജക്റ്റുകൾ അതിനെ ഏറ്റവും പെട്ടെന്ന് നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഉന്നയിക്കാനുമാണ്. അല്ലാതെ പാകിസ്ഥാനെ ആക്രമിക്കാനോ പാകിസ്ഥാനെ എലിമിനേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളല്ല ഇന്ത്യ നടത്തിയിരിക്കുന്നത്. കാരണം പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യക്ക് ഒരു ത്രെട്ടേ അല്ല. ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഴുവൻ ഫോക്കസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ എക്കോണമിയും അതുപോലെ തന്നെ ചൈനീസ് ബോർഡറിലുള്ള മാറ്റങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ എന്ന് പറയുന്ന തൽക്കാലം ഇന്ത്യക്ക് ഒരു ഭീഷണിയായിട്ട് മാറുന്നില്ല. കാരണം അവർ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ഫോക്കസ് ചെയ്ത് ഇന്ത്യ ഇരിക്കുന്നത്. സോ ഈ ഒരു അവസരത്തിൽ ഇന്ത്യയുടെ പേര് വലിച്ചിട്ടുകൊണ്ട് ഇന്ത്യയുടെ പേര് മോശമായി കാണിക്കാനായിട്ട് ഇന്ത്യയുടെ അകത്തിനുള്ള സോക്കോൾ നാഷണലിസ്റ്റ് എന്ന് പറയുന്ന പലതരം മീഡിയകളും ഇത്തരത്തിലുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് തെറ്റായ കാര്യമായിട്ട് മാറുന്നുണ്ടെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. സോ ഈ ഒരു കാര്യത്തിൽ ഇന്ത്യയും കൃത്യമായിട്ട് ജാഗ്രത പാലിക്കുന്നുണ്ട്. അവിടെ നടക്കുന്ന ഡെവലപ്മെൻറ്റിനെ പറ്റി ഇന്ത്യയും മോണിറ്റർ ചെയ്ത് വരിക എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിൻ്റെ വക്താക്കൾ സൂചിപ്പിച്ചവർ കാണാൻ സാധിക്കും. സോ അവിടെ നടക്കുന്ന പ്രശ്നം ഇറാനും പാകിസ്ഥാനുള്ള പ്രശ്നമാണെങ്കിൽ പോലും അത് ഇന്ത്യൻ എക്കോണമിയും ഇന്ത്യയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ആ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഇറാനും പാകിസ്ഥാനും രണ്ട് അയൽ രാജ്യങ്ങൾ മാത്രമല്ലാതെ ഇന്ത്യയുമായിട്ട് വലിയ തോതിൽ പല കാര്യങ്ങളിൽ ഒരു പ്രശ്നഭരിതമായിട്ടും അതുപോലെ പലതരത്തിലും ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിട്ട് മാറാനുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് ഇന്ത്യയും ഏഷ്യയും ലോകത്തിലെ പല രാജ്യങ്ങളും ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമായിരിക്കും ഇനി ഇവർ രണ്ടുപേരും നടപ്പാക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ മറുഭാഗത്താണെങ്കിൽ ചില മീഡിയ റിപ്പോർട്ടുകളും അതുപോലെ തന്നെ പല എക്സ്പേർട്സും പറയുന്ന ഒപ്പീനിയൻസിൽ പാകിസ്ഥാൻ ഈ ഒരു തക്കം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇറാൻ പാകിസ്ഥാൻ്റെ അകത്തുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പിൽ അറ്റാക്ക് ചെയ്യാനായിട്ടൊരു കാരണം കണ്ടെത്തിയത്, അതുപോലെ തന്നെ ഇറാൻ്റെ അകത്ത് പാകിസ്ഥാന് ഭീഷണി എന്ന പല ഗ്രൂപ്പുകൾ ഓൾറെഡി പാകിസ്ഥാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൂപ്പുകളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഒരുപക്ഷെ മിസൈൽ അറ്റാക്കോ അല്ലെങ്കിൽ വ്യോമാക്രമണം നടത്തിയാൽ അത് വലിയൊരു റീജിയണൽ ഇൻസ്റ്റബിലിറ്റി ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്ന കാര്യം ഒഴിവാക്കാൻ പറ്റുന്ന ഘടകമായിട്ട് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള പോസിബിലിറ്റി എന്തായിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്ന ഒരു ചോദ്യമായിട്ട് നിലനിൽക്കുന്നത്. ഈ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഒരുപക്ഷെ പാകിസ്ഥാൻ ഇറാൻ ആക്രമിക്കാനായിട്ട് മുതിരുമോ? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.